ഗൈസ്, ഇത് നമ്മൾ മുളക് എടുത്ത് ചമ്മന്തി അരയ്ക്കാൻ പോവാണ്. മുളക് ചുട്ടരച്ച ചമ്മന്തിയാണ്. അതിന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ട് വെച്ച് എന്താ വെച്ചാൽ ഇത് സപ്ലൈക്കോന്ന് വാങ്ങിയതാണേ. അപ്പോൾ ഇതിൽ നല്ല അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു വെള്ളം കഴുകി അടുത്ത വെള്ളം ഇട്ട് വെച്ചു. ഇനി ഇതിനെ ചുടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അടുപ്പിൽ തീയൊക്കെ ഉണ്ട്, പക്ഷേ ചുട്ടെടുക്കാൻ ഒത്തിരി ടൈം എടുക്കൂലേ. അപ്പം ഞാനതിന് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതിനിട്ടിട്ട് വറുത്തെടുക്കാം. ഇത് ഇത്രയധികം മുളക് എന്തിനാന്ന് വിചാരിക്കും. എനിക്ക് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് എനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് അമ്മിക്കല്ലിൽ വെച്ച് അരയ്ക്കുന്നത്. അപ്പം നമ്മുടെ അവിടെ അമ്മിക്കല്ല് ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് അരച്ചിട്ട് എനിക്ക് കൊണ്ടുപോയിട്ട് അവിടെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാമല്ലോ. പിച്ചൂടിന് ഈ മുളക് ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതുണ്ട്, ഇത് രണ്ടാമത്തെ വെള്ളം കഴുകിയതാണ് കേട്ടോ. മാമനും മണിക്കുട്ടനും കൂടെ എന്തൊക്കെയോ പറയുക. ഇതിനി നല്ല വറുത്തെടുക്കണം. അല്ല, ഇതിനി വറുത്ത് വരട്ടെ, എന്നിട്ട് ബാക്കി കാണിക്കാം അല്ലേ. പറ പറ പറ. ഓക്കെ, അത് പുകയടിച്ചിട്ട് മണിക്കുട്ടൻ്റെ കണ്ണിരൊന്നും നോക്കട്ടെ. അമ്പോ കൊച്ചു കറിയുക പുകയടിച്ചിട്ടേ. നമുക്കിനി ഇതിനെ അരച്ച് ചമ്മന്തിയാക്കാം. ഇവിടെ ഇപ്പം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്കിതിനെ അരയ്ക്കാം അല്ലേ മണിക്കുട്ട? ചമ്മന്തി അരയ്ക്കാനുള്ള ഇതൊക്കെ എടുത്ത് വെച്ച് എനിക്ക് മണം കേൾക്കുമ്പോൾ തന്നെ തിന്നാൻ തോന്നുക. വറുത്ത് കഴിയുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ, അതവന് ഭയങ്കര ഇഷ്ടമായി. അതാണ് അവനിങ്ങനെ തിന്നുന്നത്. അപ്പം നമ്മൾ കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഉപ്പ്, പിന്നെ മുളക്, ഇത് കുറേ ഉണ്ട്. ഇത് അരച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു നേരാവും. അപ്പം എന്തായാലും അരയ്ക്കാം. ഇതേ നമ്മൾ ആദ്യം ഉള്ളിയൊക്കെയാണ് അരയ്ക്കുന്നത്. മണിക്കുട്ടിന് അവനെ മുളകെടുത്ത് തന്നതാ, അവന് നന്നായി എരിഞ്ഞു. ഇത് പഴയ കല്ലാണ്. പഴയ കല്ലെന്ന് വെച്ചാൽ ഇത് എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ പ്രായം ഉണ്ടാവും. അതായത് 37 വർഷം പഴക്കമുണ്ടാവും. 37 അല്ലെങ്കിലേ ഉള്ളൂ കേട്ടോ, അതിൽ കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കല്ലിൻ്റെ കുട്ടിയൊക്കെ കണ്ട ചെറുതായിപ്പോയി. ഇതങ്ങ് അരച്ചിട്ട് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഞ്ഞി കൂട്ടി തിന്നണം. വാ, ഇതിൻ്റെ പിന്നെ സ്മെല്ലടിച്ചിട്ടേ മണിക്കൂട്ടം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് നമുക്ക് തിന്നാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും അരയ്ക്കട്ടെ. ഓക്കെ, ചമ്മന്തിയൊക്കെ പാത്രത്തിലാക്കി ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പൊ തന്നെ എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. സ്പൈസി സ്പൈസി ചില്ലി, സ്പൈസി കേക്ക്, സ്പൈസി ആയിട്ട് ഇത് ഉണ്ടാക്കണമെങ്കിൽ രാത്രി വരെ ആയിട്ടോ ഗൈസ്. അല്ലേ, നമ്മളെപ്പോ വീഡിയോ എടുത്തതല്ലേ. ഞാന് ഫോണ് പിടിക്കലും ഇളക്കലും എല്ലാം കൂടി നടക്കുന്നില്ല. മോനെ ഈ പാത്രത്തിൻ്റെ ഇവിടെ ഇങ്ങനെ പിടിക്കും, ഇവിടെ അടിയിൽ. നിലത്ത് വെച്ചാൽ മതി, നിലത്ത് വെച്ചിട്ട് പിടിച്ചാൽ മതി. അതെ, ആ കുഞ്ഞു പാത്രത്തിൽ നിറച്ച് ചമ്മന്തി ഉണ്ട്. നമ്മൾ കുറച്ച് അധികം അരച്ചത് കൊണ്ടേ പുറത്തേക്ക് പോവാൻ പോവാ. ഇത് വീഡിയോയിൽ നല്ല റെഡ് കളറായിട്ടാണ്, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇത് ഫ്ലാഷ് ലൈറ്റിൻ്റെ ആ വെട്ടം ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ആ ലൈറ്റിൽ കാണുന്നതുകൊണ്ടാണ് റെഡായിട്ട് കാണുന്നത്. പക്ഷേ ഒറിജിനലായിട്ട് നമ്മൾ കാണുന്ന കളർ അങ്ങനെയല്ല. ഓറഞ്ചല്ല, ചുട്ട ചമ്മന്തിയുടെ ആ ഒരു കളറ്. ഓക്കെ, അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് മണിക്കുട്ടൻ. അങ്ങനെ എടുത്ത് വാങ്ങി വെക്കരുത്. ആ ഓക്കെ, എന്നാൽ അവൻ സ്വന്തം ചെയ്യാന്ന്. എങ്ങനെയുണ്ട്? ആ കഴിക്കി കഴിക്കി. ഓക്കെ, മാമ വന്നിട്ടുണ്ട്. മാമ ഒന്ന് ടേസ്റ്റ് ചെയ്യും. മാമ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഉപ്പ് കുറവുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ കുറച്ച് നമുക്ക് ഉപ്പിട്ട് സെറ്റാക്കാം. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ചുട്ടിട്ടാണ് അരയ്ക്കേണ്ടത്. അത് നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ വറുത്തത്. ഓക്കെ, ബൈ.